കരുവന്നൂർ ബാങ്ക് കൊള്ളയിൽ സിപിഐഎം ബിജെപി അവിശുദ്ധ കൂട്ടുകെട്ട് സഹകരണ മേഖലയെ തകർത്തെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. കോടന്നൂർ സെന്ററിൽ നടന്ന UDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഈ പഞ്ചായത്തിലും 10 വർഷക്കാലമായി ഇടത് ഭരണം തുടരുകയാണ്. 10 വർഷക്കാലത്തെ വികസന മുരടിപ്പിന്റെ എല്ലാ ദുരന്തവും പേറിക്കൊണ്ടാണ് കേരളവും പാർലവും നിലകൊള്ളുന്നത്. എങ്ങനെയാണോ 10 വർഷക്കാലം ഈ രാജ്യത്തും സംസ്ഥാനത്തും കേന്ദ്ര സർക്കാരിനാലും കേരള സർക്കാരിനാലും സാധാരണക്കാരായ ജനങ്ങൾ പ്രയാസം അനുഭവിച്ചത്, ഏതാണ്ട് അതേ രീതിയിൽ 10 വർഷക്കാലമായി ഈ പഞ്ചായത്തിലെ ജനങ്ങളും ഇടതുപക്ഷ ഭരണത്തിന്റെ ദുരന്ത ഫലം പേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും സൗന്ദര്യം നിറഞ്ഞ ഈ ഭൂപ്രദേശം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഈ പഞ്ചായത്ത്, ആ പ്രകൃതിയുടെ അനുഗ്രഹത്തിനപ്പുറം ഭരിക്കുന്ന ആളുകളുടെ സമ്പൂർണമായ കെടുകാര്യസ്ഥത കൊണ്ട്, ഭരണപരാജയം കൊണ്ട് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അവികസിതമായിട്ടുള്ള ഒരു പ്രദേശമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികൾ കൈക്കൊള്ളേണ്ട ഏറ്റവും മികച്ച തീരുമാനം എന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് നിലനിൽക്കുന്നതുകൊണ്ടാണ് രാജ്യത്ത് ജനാധിപത്യം ഇന്നും നിലനിൽക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന നിലനിൽക്കുന്നതിനാലാണ് സകല മതസ്ഥർക്കും ഇവിടെ തുല്യനീതി ലഭിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കള്ളന്മാർക്ക് അയ്യപ്പൻ തക്ക ശിക്ഷ നൽകി. ATMൽ നിന്ന് പണം എടുക്കുന്ന പോലെ അപ്പോൾ തന്നെ മറുപടിയും കിട്ടും. കേരളത്തിൽ വികസനം വരണമെങ്കിൽ UDF വരണം. 6 മാസം കഴിഞ്ഞാൽ മെസ്സി വന്നാലും വന്നില്ലെങ്കിലും UDF അധികാരത്തിൽ വരുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. 2010 ശേഷം നമുക്ക് പാർലം പഞ്ചായത്തിൽ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അധികാരത്തിൽ വന്നത് പുരോഗമനാത്മകമായി ചിന്തിക്കുന്ന ചില പ്രസ്ഥാനങ്ങളിലുള്ള നേതാക്കളാണ്. ഒന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 2010 UDF പാർലം മണ്ഡലം എങ്ങനെയാണോ തിരിച്ചു പിടിച്ചത്, അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ നാം തിരിച്ചു പിടിക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ, നല്ല സ്ഥാനാർത്ഥികൾ നമുക്കുണ്ടായിരിക്കുന്നു. നല്ല ജനപ്രതിനിധികളാവാൻ പറ്റിയ നേതാക്കൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ പഞ്ചായത്ത് നാം തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. അതിൻ്റെ ആവേശകരമായ പ്രവർത്തനമാണ് നമ്മുടെ വാർഡുകളിൽ നിന്ന് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏകാധിപത്യ പ്രവണതയിലൂടെ ഇന്ത്യയെ നയിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസ്റ്റ് ചിന്തകളും തകർക്കാൻ ശ്രമിക്കുന്ന, ഏകാധിപത്യ രീതിയിൽ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ശക്തി, ആ ശക്തിക്കെതിരായി നമുക്ക് പടപൊരുതേണ്ടതായിട്ടുണ്ട്. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് അധ്യക്ഷനായി. TK പൊറഞ്ചു, സുനിൽ ലാലൂർ, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി CK വിനോദ്, പഴയൂർ അപ്പുക്കുട്ടൻ, AP രാമകൃഷ്ണൻ, ബിന്ദു അശ്വകൻ, കോടന്നൂർ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിൽ സ്ഥാനാർത്ഥികളെ നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു.